ആവേശം. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് ചെയ്ത് സംവിധാനം ചെയ്ത സിനിമ. ഫഹദ് ഫാസിൽ, മൻസൂർ അലിഖാൻ, സജിൻ ഗോപു, ഹിപ്സ്റ്റർ, മിഥുൻ, റോഷൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ. സുഷിൻ ഷ്യാമിൻ്റെ സംഗീതം, സമീർ താഹിറിൻ്റെ ക്യാമറ. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് 2 മണിക്കൂർ 38 മിനിറ്റ്. ആവേശം. ബാംഗ്ലൂരിൽ പഠിക്കാനെത്തുന്ന കുറച്ച് വിദ്യാർത്ഥികൾ, അവർക്ക് അവിടെ ഉണ്ടാകുന്ന റാഗിങ് അനുഭവം സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും. അപ്പോൾ അവർക്ക് അവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് വേണം. ചുരുക്കി പറഞ്ഞാൽ റാഗിങ് ചെയ്തവരെ തിരിച്ചടിക്കാൻ ഒരാൾ വേണം. അപ്പോൾ ഇതാ വരുന്നു, ഡാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് രംഗ, ഫഹദ് ഫാസിലിൻ്റെ രംഗ. പിന്നെ രംഗയുടെ അഴിഞ്ഞാട്ടമാണ് സിനിമ. ആവേശം എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഫഹദ് ഫാസിൽ ഷോ. ഫഹദ് ഫാസിൽ ആസ് രംഗ സൂപ്പറാണ്. സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുമ്പോൾ പോലെ ഇൻട്രൊഡ്യൂസിങ് ഫഹദ് ഫാസിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫഹദിൻ്റെ ഒരുപാട് കിടിലൻ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഷമ്മിയായിട്ടൊക്കെ, ജോജിയായിട്ടൊക്കെ, തൊണ്ടി മുതലിലെ കഥാപാത്രമൊക്കെ, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഇതിലും. നമുക്ക് ഷമ്മിയുടെ ചില ഷെയ്ഡ്സൊക്കെ കാണാം. പക്ഷേ എന്നിരുന്നാലും ഫഹദ് പൊളിച്ചടുക്കി. സിനിമയുടെ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഫഹദിൻ്റെ കഥാപാത്രം എൻട്രി ആവുന്നത്. അവിടം തൊട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. സെക്കൻഡ് ഹാഫിലൊക്കെ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഹാഫാണ് കിടു. ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഒരു ഇൻസ്റ്റാ റീൽ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു ആ സീന്. അടിപൊളിയാണ് ഫഹദിൻ്റെ ഒരു എക്സ്പ്രഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു തോക്ക് വെച്ചിട്ടുള്ളൊരു സീന്, ഒരു ഡാൻസ് സീന്, കുറേ നല്ല രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഫസ്റ്റ് ഹാഫിൽ തന്നു. രംഗ ഫഹദ് ഫാസിൻ്റെ കയ്യിൽ ഭദ്രമാണ്. അത് ആ ഒരു ഭാഷാപരമായിട്ടായാലും ബോഡി ലാംഗ്വേജ് ആയാലും ഇടുന്ന എക്സ്പ്രഷൻ ആയാലും ഒക്കെ രസമാണ്. പിന്നെ ഉള്ളത് സജിൻ ഗോപു, ഫഹദിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രം, അമ്പേട്ടൻ എന്ന് പറയാം, അമ്പാടി. അപ്പോൾ സൂപ്പർ കഥാപാത്രം. രോമാഞ്ചത്തിനെക്കാട്ടും മുകളിൽ ആ ഒരു കഥാപാത്രത്തിന് ഇതിൽ സ്പേസ് ഉണ്ട്. ആക്ഷൻ ബ്ലോക്സ് ഉൾപ്പെടെ ഉണ്ട്. രംഗണ്ണൻ, അണ്ണ എന്ന് വിളിക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു ആഴമൊക്കെ സിനിമ പോകെ നമുക്ക് മനസ്സിലാവും. ക്ലൈമാക്സിലൊക്കെ ഉള്ള ചില എക്സ്പ്രഷനൊക്കെ ഉണ്ട്, അടിപൊളി എന്ന് പറയണം. അപ്പോൾ രംഗണ്ണനും അമ്പേട്ടനും അതാണ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ. മൊത്തം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ സിനിമയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ സിനിമ പോകെ കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. സീരിയസ് ആവുന്നത് മാത്രമല്ല, ആ ഒരു ഫൺ മൊമെൻറ്റ്സ് ഒക്കെ അങ്ങനെ ഡ്രൈ ആവും. പിന്നെ സിനിമ ഒന്ന് ഉയർന്നു വരുന്നത് ക്ലൈമാക്സിലാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, രംഗണ്ണൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു സംഭവമൊന്നും അങ്ങനെ അത്ര കണ്ടൊരു കിടിലായില്ല. കൂടുതൽ ആ കഥാപാത്രത്തിന് കുറേ കൂടി റിവീൽ ആകുന്നത് ക്ലൈമാക്സിലാണ്. അതായത് ഈ സിനിമയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. രംഗണ്ണൻ കഥാപാത്രം എന്താണ്? നമ്മുടെ അമ്പേട്ടൻ തള്ളുന്നത് പോലെ ഒരു തള്ളാണോ രംഗണ്ണൻ? അതോ യഥാർത്ഥത്തിൽ ഒരു സൈക്കോ മാനാണോ, ഒരു ക്രിമിനലാണോ? എന്താണ് രംഗണ്ണനെന്ന് നിങ്ങൾക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് സിനിമയിൽ പോകെ ബിൽഡ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ ലെങ്ത് കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അതാണ് സെക്കൻഡ് ഹാഫിൽ ചില സംഭവങ്ങൾ പിടിച്ചു വലിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഈ 3 പയ്യന്മാർ, ഞാൻ പറഞ്ഞ ഹിപ്സ്റ്ററും മിഥുനും റോഷനും ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒരു കൺഫ്യൂസ്ഡ് അഭിനയമായിട്ട് എനിക്ക് തോന്നി. രോമാഞ്ചത്തിൻ്റെ ചില റെപ്ലിക്ക പോലത്തെ ചില സീനൊക്കെ വരുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫാണ് തിരക്ക് ഒന്നുണ്ടാവണം. പക്ഷേ ക്ലൈമാക്സിൽ അതിനെയൊക്കെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഫഹദ് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ വെച്ചിട്ടുള്ളതാണ്. കാരണം യൂത്തിന് പറ്റിയ ഒരു പടമാണ്. അവർക്ക് തിയേറ്ററിൽ കിടിലൻ വൈബായിട്ട് ആഘോഷിക്കാനുള്ള സംഗതി സിനിമയിലുണ്ട്. അതിന് മെയിൻ ഒരു ഫാക്ടർ ഫഹദ് തന്നെയാണ്. ഫാമിലിക്കൊക്കെ ഈ സിനിമ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള കുറച്ച് എലമെൻസ് ഒക്കെ അതിലുണ്ട്. അതുപോലെ അവർക്കൊരു ഭയങ്കരമായിട്ട് ഇതിലോട്ട് കണക്ഷൻ കിട്ടുമെന്നും എനിക്ക് അറിയില്ല. പക്ഷേ യൂത്തിന് പറ്റിയ പക്കാ വൈബ് മെറ്റീരിയലാണ് ആവേശം. സുഷിൻ ഷ്യാമിൻ്റെ BGM അത് ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു ഇത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് ജാഡ സോങ്ങാണ്. ജാഡ സോങ് കൊള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്തോ പലയിടത്തും അതിൻ്റെ ഒരു മിസ്സിങ് തോന്നി. ക്ലൈമാക്സിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും അവർ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇലുമിനാറ്റി സോങ് ഇവർ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതൊരു വീഡിയോ ആയിട്ട് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കിടിലമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനൊരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടില്ല, എൻഡ് ക്രെഡിറ്റ്സിലാണ് കാണിച്ചിരുന്നത്. പക്ഷേ എൻഡ് ക്രെഡിറ്റ്സിൽ അത് വരുമ്പോഴും തിയേറ്ററിൽ അതിൻ്റെ ഒരു ഓളമൊക്കെ ഉണ്ട്. പക്ഷേ ഇലുമിനാറ്റി ഒന്ന് പിക്ചറൈസ് ചെയ്യണമെന്ന് എനിക്കൊന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു വൈബ് സോങ് ആയിരുന്നു. സുഷിൻ്റെ ഈ അവസാനം വന്ന മഞ്ഞുമലായാലും കഴിഞ്ഞ വർഷത്തെ രോമാഞ്ചമൊക്കെ വെച്ച് നോക്കിയാലും എനിക്ക് അത്ര കണ്ടൊരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. എന്നാലും ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. സമീർ താഹിറിൻ്റെ ക്യാമറ അവർക്ക് കൊള്ളായിരുന്നു. എന്തായാലും ആവേശം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ജിത്തുവിൻ്റെ രോമാഞ്ചം തന്നെയാണ് ആവേശത്തിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആവേശത്തിൽ ഫഹദിൻ്റെ ക്യാരക്ടർ അത് നമ്മൾ എപ്പോഴും എല്ലാ കാലവും സംസാരിക്കാനുള്ള ഒന്നാണ്. എന്നാൽ അടിപൊളിയായിട്ട് ഫഹദ് അത് ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഫഹദ് അത് ക്യാരി ചെയ്തെങ്കിലും സിനിമയുടെ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ സിനിമ കുറേ കൂടിയൊക്കെ സെക്കൻഡ് ഹാഫിൽ അടിപൊളി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ക്ലൈമാക്സ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ട്രിം ചെയ്ത് കുറച്ചും കൂടെ ഒരു സ്ക്രീൻ പ്ലേ അടിപൊളി, ഫസ്റ്റ് ഹാഫ് പോലെ ഒന്ന് അടിപൊളി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു സംഗതി വന്നിരുന്നെങ്കിൽ രസമായിരുന്നു. എന്തായാലും ഫഹദും നമ്മുടെ സജിൻ ഗോപു അവർ രണ്ടുപേരും പൊളിച്ചടിക്കിയ ഒരു സിനിമയാണ് ആവേശം. തിയേറ്ററിൽ കാണാവുന്ന തന്നെയാണ്. കാരണം ഈ പടങ്ങളൊക്കെ തിയേറ്ററിലാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ഫുൾ ഹൗസ് അറ്റ്മോസ്ഫിയറിലാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക. തിയേറ്ററിൽ കണ്ടാൽ കുറേ കൂടി എൻജോയബിൾ ആയിരിക്കും. OTTയിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് വേണ്ട. എന്തായാലും ആവേശം കൊള്ളാം. ഒരു ഫെസ്റ്റിവൽ മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് ഫഹദിൻ്റെ രംഗ പൊളിച്ചടിക്കിയതാണ് ആവേശം. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോഫീസിൽ കൂടി പിന്നീട് കാണാം.